നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായി എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോഴും രണ്ടാമത്തെ മാസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഈ 2 മാസത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകം, ആനകുത്തൽ, ആനയെ പേടി, മങ്ങിനിയിൽ പിന്നെ കടുവേന, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ആൺസുഹൃത്തിനെ, ഈ ആൺസുഹൃത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ ന്യൂ ജനറേഷൻ വാക്കാണ്. അതായത് പിന്നെ വയസ്സായ വീട്ടമ്മമാർക്ക് ആൺസുഹൃത്തെന്നും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിൽ ബെസ്റ്റി എന്നും, ഇങ്ങനെ 2 ന്യൂ ജനറേഷനാണ്. പണ്ടൊക്കെ ജാരൻ, കാമുകൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മയുടെ ആൺസുഹൃത്തിനെ മകൻ തന്നെ 28 വയസ്സുള്ള മകനാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതെങ്ങനെ ഷോക്ക് വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. അതായത് ഈ ദിനേശൻ എന്ന് പറയുന്ന ഈ അമ്മയുടെ കാമുകൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവൻ, അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കയറിയിട്ട് വേണ്ടാതീനെ കാണിക്കുമ്പോൾ 10-28 വയസ്സായ ഒരു ചെറുക്കനുണ്ടെന്ന് അവനൊന്നും ആലോചിച്ചില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട വാർത്തകളാണ് ഇപ്പോഴും മിക്ക ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്നത്. അതിലൊക്കെ ചെന്ന് പെടുന്നത് ഇതുപോലെയുള്ള ഈ വീട്ടമ്മമാരായ കുറേ സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മക്കളും ഭർത്താവും ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ അമ്മ കാരണമല്ലേ ഇപ്പോൾ ഈ മകൻ പോയിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? അതായത് ഇനി ആ പയ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കാം? ഇന്ന് കേട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയെയും അച്ഛനെയും വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛനും കൂടി ചേർന്നിട്ടാണ് ഇയാളെ വലിച്ചു കൊണ്ടുപോയിട്ട് പാടത്ത് കൊണ്ടിട്ടത് എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഏതായാലും അമ്മയ്ക്ക് ഇനി സുഖമായിട്ട് ജീവിക്കാം. അമ്മയ്ക്ക് ഇനി കുറേ നാൾ കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഈ അച്ഛനും മകനും ഏതായാലും ജയിലിലായിരിക്കും. അത് കഴിഞ്ഞ് അമ്മേനെ ചിലപ്പോൾ വെറുതെ വിടും. അപ്പോൾ അമ്മക്ക് സുഖമായിട്ട് ഇനി വീട്ടിൽ ഇങ്ങനെ കാമുകന്മാരെയൊക്കെ കണ്ടെത്തിയിട്ട് വീണ്ടും അടുത്ത കാമുകനെയും കണ്ടെത്തിയിട്ട് ഇങ്ങനെ ജീവിക്കാം. അപ്പോൾ സന്തോഷമായില്ലേ? അമ്മക്ക് സന്തോഷമായില്ലേ? ഇതേ പറയാനുള്ളൂ എനിക്ക്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ജനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഈ നാട്ടിൻ്റെ ഒരു നിയമത്തിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണോ? ഇതുപോലെയുള്ള ഈ 10, 50, 55 വയസ്സായ സ്ത്രീകൾ ഇമാതിരി തോന്നിയവാസ പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ നാട് നന്നാകും? അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ചെറുക്കൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു 4, 5, 6 മാസം മുൻപ് ഈ ചെറുക്കൻ ഇതുപോലൊരു വാണിംഗ് കൊടുത്തതാണ് ഈ തള്ളക്കും അതുപോലെ തന്നെ ഈ ദിനേശൻ എന്ന് പറയുന്നവനും. ഈ ദിനേശൻ എന്ന് പറയുന്നത് കാമുകനാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും വാണിംഗ് കൊടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അടിപിടി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വെട്ടിയിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് ഒതുക്കി തീർത്തു. എന്താണെന്നല്ലേ? അതായത് ഇത് ആരോടും പറയാൻ കഴിയില്ല. ഇത് കേസായി കഴിഞ്ഞാൽ നാട്ടുകാരറിയും അല്ലെങ്കിൽ മറ്റുള്ളവരറിയും എന്നുള്ള ഒരു ഭയം കൊണ്ട് ഇവരിങ്ങനെയുള്ള ഈ പരിപാടിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്വകാര്യമായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ചെറുക്കൻ വെട്ടിയിട്ട് 7 ദിവസം ആശുപത്രിയിൽ കിടന്നു. അപ്പോഴൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ആരോടൊക്കെ പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ചെറുക്കനാകെ വിഷമിച്ച് വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാരോട് പറയാൻ കഴിയില്ല, വീട്ടുകാരോട് പറയാൻ കഴിയില്ല, മറ്റുള്ളവരോട് പറയാൻ കഴിയില്ല. ദിനേശനാണെങ്കിൽ പലപ്പോഴും രാത്രി 1 മണിയാകുമ്പോഴേക്കും ഇങ്ങനെ പതുങ്ങി വരുവാടുന്നത്. ഇത് അടുത്തടുത്ത വീടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അപ്പോൾ ഈ ദിനേശൻ അടുത്ത ഇങ്ങനെ പതുങ്ങി വന്നിട്ട് വീട്ടിൻ്റെ പുറകുവശത്തോട്ടിയാണ് വീട്ടിൽ കയറുന്നത്. അങ്ങനെ ഈ ദിനേശൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൃഷി, ദിനേശനും അതുപോലെ തന്നെ ഈ പയ്യൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കൃഷിയാടെ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ പയ്യനാണെങ്കിൽ ഓരോ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നീറിയിട്ട് അവരെന്ത് ചെയ്യണമെന്നറിയാതെ, ഇപ്പോൾ അവൻ ചെയ്തത് ഭയങ്കര നമുക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് അവനെ കൊണ്ട് ചെയ്യിച്ചതല്ലേ? അതായത് ഇത് അവനെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇത് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോയി കിടക്കണം എന്നുള്ള ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. പക്ഷെ ഗതിയില്ലാത്ത ഒരവസരത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ഭ്രാന്തായി കഴിയുന്ന ഒരു അവസരമുണ്ട്. ആ അവസരത്തിൽ അവൻ ചെയ്തു പോയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഈ നാട്ടുകാർ എല്ലാവരും ചേർന്നിട്ട് അവനെ കൈവെക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരൊന്നുമല്ല, ഈ ദിനേശൻ എന്ന് പറയുന്ന തെണ്ടിയുടെ ബന്ധുക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാട്ടുകാരെല്ലാവരും പറയുന്നത് ദിനേശൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്, ദിനേശൻ ഭയങ്കര ഉപകാരിയാണ്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം ദിനേശൻ ഓടിയെത്തും. അതുപോലെ തന്നെ ഒരാൾക്ക് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം ദിനേശൻ ഓടിയെത്തും. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഒരു കാര്യം മാത്രം നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല, ദിനേശൻ എന്തിനാ ഓടിയെത്തുന്നത്? ദിനേശൻ അവിടെ വല്ല കൃഷി ഇറക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടാണ് വരുന്നത്. 10, 55 വയസ്സുണ്ട്. വീട്ടുകാരോടൊക്കെ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നലെ ഒരു മകൾ വന്ന് പറയുന്നുണ്ട്, ഞങ്ങളോടൊക്കെ തെറ്റിപ്പിരിഞ്ഞിട്ട് വർഷങ്ങളായി.
അപ്പോൾ ഒറ്റയ്ക്ക് തിന്നുക, ഒറ്റയ്ക്ക് ജീവിക്കുക, ഒറ്റയ്ക്ക് പണിയെടുക്കുക, ഇത് തന്നെയാണ് ദിനേശൻ്റെ ആഗ്രഹം, ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ദിനേശന് ഈ ഒരു സ്ത്രീയുമായിട്ട് മാത്രമായിരിക്കില്ല ബന്ധം, നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാകും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഏതായാലും ദിനേശന് ഈ ചെറുക്കൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ്റെ തന്ത പിന്നെ സ്വന്തം മകൻ ചെയ്തു പോയില്ലേ, ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക, തന്തയും അങ്ങനെ കൂട്ടായി. ഇപ്പോൾ എല്ലാവരും ജയിലിലായി. ഒരു കുടുംബം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ കാമം കാരണം നശിച്ചു എന്ന് തന്നെ വേണം പറയാനായിരുന്നു. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദിനേശന് ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല സംഭവം ഇതുതന്നെയാണ്. പിന്നെ ഇനി അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടെങ്കിലായിരിക്കാം അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം സംഭവം ഈ ചെറുക്കനെ സഹിക്കാൻ വയ്യായിട്ട് തന്നെ ചെയ്തത് തന്നെയാണ്, അല്ലാതെ വേറെ അതിൻ്റെ അകത്ത് വേറെ ഒരു ഇതൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പേ ഞാനൊരു സംഭവം കേട്ടതാണ്. അതായത് ഈ തന്ത ഗൾഫിലാണ്, അപ്പോൾ ഈ തള്ളയും മകനും മാത്രമേ വീട്ടിൽ താമസമുള്ളൂ. 2 പെൺമക്കളാണ്, അതിറ്റുങ്ങളെ കല്യാണവും കഴിപ്പിച്ച് വിട്ടിന്. കാസർഗോഡ് അറിഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഒരുത്തനിങ്ങനെ സ്ഥിരമായിട്ട് മതിലിയാടും. അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കൻ 10-16 വയസ്സുണ്ട്. ഈ ചെറുക്കനും ചെറുക്കൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അവനങ്ങ് ശരിപ്പെടുത്തി കളഞ്ഞു, പിടിച്ചിട്ട്. അതായത് സ്വന്തം വീട്ടിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഉമ്മ കാരണം ഇപ്പോൾ ആ ഒരു 16-കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ തള്ളമാർ കാരണം ജയിലിലാകുന്ന കുറേ മക്കളുണ്ടായിരുന്നു. അവരോട്, ഈ തള്ളമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങനെയുള്ള ഈ ചെറ്റത്തരങ്ങൾക്ക് പോകാണ്ടിരിക്കുക. അതായത് ഇങ്ങനെയുള്ള തെണ്ടിത്തരങ്ങൾക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ കുടുംബം നശിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കുടുംബം നശിപ്പിക്കുന്നത്? ആ ചെറുക്കനിപ്പോൾ എങ്ങനെയെങ്കിലും ഇലക്ട്രീഷ്യൻ്റെ പണിയും അതൊക്കെ എടുത്തിട്ട് മര്യാദയ്ക്ക് കുടുംബം പോയിട്ട് നിർത്തനാണ്. അവൻ്റെ ഗതി ഇപ്പോഴും കാണുന്നില്ല. ഇനിയിപ്പോൾ ജയില് കേസ് ഇങ്ങനെയൊക്കെ ആയിട്ട് എത്രമാത്രം മാനസികപരമായിട്ട് ഇനി ഏത് കാലത്ത് ഇറങ്ങാൻ പറ്റും, ഏത് കാലത്ത് ഇനി ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ അവരുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. ഇതും ഒരു നാണക്കേട് തന്നെയല്ലേ? ആരും അറിയണ്ട എന്ന് കരുതിയിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു, ലോകം മുഴുവൻ അറിഞ്ഞു. ഇതിപ്പോൾ ഒരു വലിയൊരു നാണക്കേടുമായി. അതായത് ഇത്ര നാളും നമ്മൾ സൂക്ഷിച്ച എന്താണ് അമ്മയുടെ ബന്ധം, അത് ആരും അറിയണ്ട, അത് അറിയാതെ തന്നെ ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്ന് ചെറുക്കനിങ്ങനെ ആലോചിച്ചു. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടുകാരും അതുപോലെ ലോകം മുഴുവൻ അറിഞ്ഞു ഇപ്പോഴും ജയിലുമായി എന്നുള്ളതാണ്. ഇനിയൊരു ബന്ധം ആ പയ്യന് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. എപ്പോഴും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നതല്ലാതെ നിങ്ങളാരും അനുസരിക്കുന്നില്ലല്ലോ എൻ്റെ മക്കളെ. അതാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമാടുന്നത്. ഇങ്ങനെ പോകാനിരിക്കുന്നവരും ഇപ്പോഴും പോകുന്നവരുമായ എല്ലാവരുടെയും ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും ഒരു ജീവിതമല്ല. അതായത് ജീവിതം എന്ന് പറഞ്ഞ് നമ്മളെ താൽക്കാലിക സുഖം മാത്രമാണ് ഇതൊക്കെ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിദൂരമായിട്ട് അങ്ങ് കിടക്കുമല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, ആ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ മര്യാദയ്ക്ക് ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കുറേ സ്ത്രീകളും മറ്റേവരൊക്കെ വന്നിട്ട് ഈ ഫെമിനിസ്റ്റുകളും കൊണ്ട് വന്നിട്ട് പറയുമായിരുന്നു നമുക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മറ്റുള്ളവനെ പ്രേമിക്കണം, ആൺ സുഹൃത്ത് വേണം എന്നൊക്കെ പറയും. അതൊക്കെ ഡയലോഗിൽ മാത്രമാണ്. സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ ഇല്ലേ ഒരു ഫെമിനിസ്റ്റും ഉണ്ടാവില്ല, ഒരു ഫെമിനിസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ടി വിയിൽ കാണുന്ന ഈ വാർത്തയും അതുപോലെ സീരിയലും കണ്ടിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കുട്ടിച്ചോറാക്കാതെ, പിന്നെന്താ സുഹൃത്തുക്കൾ അതുപോലെ കാമുകർ ഇങ്ങനെയൊന്നും പറഞ്ഞിരിക്കാതെ, ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളുടെ വീടിൻ്റെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ തല്ലി മുട്ടുകാല് ഒടിക്കണം, എന്നിട്ടേ പറഞ്ഞു വിടാതൂ. ഇതായിരിക്കണം അവിടുന്ന്. അല്ലാതെ ഈ ദിനേശനെ പോലെ വീട് കയറി നിരങ്ങാനാക്കി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞ് ഇതില്ല ഇതിലും വലുതും വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഇന്ന് തന്നെ ഒന്ന് വിട്ടു നിൽക്കണം. എന്തിനാ വെറുതെ ജീവിതം നശിപ്പിക്കുന്നത്? നന്ദി, നമസ്കാരം.